നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. ഹക്കീംവധം കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഭീമ ഹർജി ഒരുങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീംവധം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് C. കൃഷ്ണൻ MLA നേതൃത്വത്തിൽ രൂപീകരിച്ച കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കും. ഹർജിയിലെ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു. ശ്രീഎമ്മിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ KCB ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ KCB ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദൻ ഉദ്ഘാടനം ചെയ്തു. കൈക്കുഞ്ഞുമായി സ്ത്രീകൾ ബസ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, അമ്മയ്ക്കും കുഞ്ഞിനും ബസ്സിൽ ഇനി മുതൽ സംവരണ സീറ്റ്. രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ഫെബ്രുവരി 3-ന് 10 വയസ്സ്. മാസ്റ്റർ വിട പറഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും രവീന്ദ്ര സംഗീതം മലയാളികളുടെ ശീലമായി തുടരുന്നു. വാർത്തകൾ വിശദമായി. C. കൃഷ്ണൻ MLA നേതൃത്വത്തിൽ രൂപീകരിച്ച കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹക്കീം വധക്കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഭീമ ഹർജി നൽകും. ഹർജിയുടെ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ സാമൂഹ്യ പ്രവർത്തകൻ അബൂക്ക നിർവഹിച്ചു. മാർച്ച് 2 മുതൽ 10 വരെ നഗരസഭയിലെ മുഴുവൻ വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഹർജിയിൽ ഒപ്പുകൾ ശേഖരിക്കും. പയ്യന്നൂരിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പെരുമ്പ മുതൽ പയ്യന്നൂർ ടൗൺ വരെ വിവിധ കേന്ദ്രങ്ങളിലും മാർച്ച് 9, 10 തീയതികളിൽ ഒപ്പുശേഖരണം നടത്തും. മാർച്ച് 15-ന് കർമ്മസമിതി പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കും. അന്നേ ദിവസം പയ്യന്നൂരിൽ ജനകീയ പ്രതിഷേധ ഉപവാസവും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം സമ്മേളനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് സാജിദ് മൗവൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പാടെ മറന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വളരെ ഗൗരവകരമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ. അടിക്കടിയുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരമകുറിപ്പ് എഴുതുന്നവരാണ് എല്ലാവരും. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന സമ്മേളന പരിപാടിയിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് കണ്ണോത്ത് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായി, VC നാരായണൻ, വിജേഷ് കുമാർ, ജിതേഷ് PB, രാഹുൽ PK, യാസിൻ CH, സുദീപ് കരിവെള്ളൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവത്വത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ പ്രഭാഷണം നടത്തി. വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി ശ്രീഎം നയിക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ് പദയാത്ര. 18 മാസം കൊണ്ട് യാത്ര പൂർത്തിയാകും. മതമൈത്രി, സർവ്വസമത്വം, പ്രകൃതിയോടിണങ്ങിയ ജീവിതം, സ്ത്രീ ശാക്തീകരണം, സാമൂഹികാരോഗ്യം, വിദ്യാഭ്യാസവും യുവജനക്ഷേമവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിക്കുന്നത്. 15 മുതൽ 18 മാസം വരെ 11 സംസ്ഥാനങ്ങളിലൂടെ 6500 കിലോമീറ്റർ യാത്ര ചെയ്താണ് പദയാത്ര പൂർത്തിയാക്കുന്നത്. രാവിലെ പിലാത്ര സെന്റ് ജോസഫ് കോളേജിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. സ്വീകരണത്തിന് ക്ലാരൻസ് പാലിയത്ത് നേതൃത്വം നൽകി. തുടർന്ന് ശ്രീഎം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് പരിസരത്ത് സ്വീകരണ പരിപാടി നടന്നു. വിദ്യാർത്ഥികളുമായി ശ്രീഎമ്മിന്റെ സംവാദവും നടന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നോക്കണം. സർവേ ഭവന്തു സുഖിനഃ, ലോകത്തെ എല്ലാവരും സുഖമായിരിക്കട്ടെ. അതേപോലെ
ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. ഇവിടെ മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തുടർന്ന് കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ KSAB ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന ധർണ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദൻ ഉദ്ഘാടനം ചെയ്തു. നാണ്യവിളകളെ കാർഷിക വിളകളിൽ നിന്ന് ഒഴിവാക്കി താരിഫ് നിരക്ക് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക, സബ്സിഡി പുനഃസ്ഥാപിക്കുക, UDF ഗവൺമെന്റിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSAB ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ചെറുകിട ഇടത്തരം കൃഷിക്കാരിൽ നിന്ന് അവരുപയോഗിക്കുന്ന കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിക്ക് തുക വാങ്ങിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ വിദ്യുത് ശക്തി ബോർഡുകാരത് സൗജന്യമായിട്ട് കൊടുത്തു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. കേരളത്തിലെ ഗവൺമെന്റ് കൃഷിഭവൻ മുഖേന B ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. T നാരായണൻ, B കുഞ്ഞിക്കണ്ണൻ, P ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. കർഷക സംഘം മാട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം വൈദ്യുതി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആണ്ടംകുവലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSAB ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം EP തമ്പാൻ മസ്ർ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രകടമായി തന്നെ ഗവൺമെന്റ് പറയുന്നു, അതിന്റെ പ്രഖ്യാപന നയമായി പറയുന്നു. പാർലമെന്റ് അവതരിപ്പിച്ചത് അതിന്റെ ബഡ്ജറ്റിന് മുമ്പായുള്ള അതിന്റെ അവലോകനത്തിൽ തന്നെ പറഞ്ഞത് നികുതികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ആവശ്യമായ ഇളവുകളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ രാജ്യത്തിലെ സാധാരണക്കാർ കിട്ടിയുന്ന ആനുകൂല്യങ്ങളെ കുറക്കത്തക്ക രീതിയിലേക്ക് സബ്സിഡികളൊക്കെ തന്നെ ഇനിയും കുറക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശമായി വരുന്നത്. DV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. VV ഗോവിന്ദൻ സംസാരിച്ചു. പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചോര കണ്ട് കൊതിതിരാത്ത നേതാവാണ് പിണറായി എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരന്റെ നേതൃത്വത്തിലായിരിക്കും കോൺഗ്രസ് തയ്യാറാവുക എന്നും ഉണ്ണിത്താൻ പയ്യന്നൂർ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാറിന്റെ സമര നേതാവായ KV പത്രോസിനെ തൊട്ട് KR ഗൗരി അമ്മ വരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അച്യുതാനന്ദനാണ്. അതിലൊരുപാട് പട്ടികയുണ്ട്. MP രാഘവനുണ്ട്, ബെർലിൻ കുഞ്ഞനന്ദൻ നായരുണ്ട്, അതുപോലെ തന്നെ MM ലോറൻസ് ഉണ്ട്, KN രവീന്ദ്രൻ. അച്യുതാനന്ദൻ്റെ കൈകൊണ്ട് അരഞ്ഞു വീഴ്ത്തിയ ആളുകളുടെ എണ്ണം കേരള രാഷ്ട്രീയത്തിൽ നിരവധിയാണ്. ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാണ് അച്യുതാനന്ദൻ പിണറായി വിജയനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. 1998 തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ അരിഞ്ഞു വീഴ്ത്താൻ ഒരു ആയുധമായി കൊണ്ടുവന്ന ശ്രീ പിണറായി വിജയൻ്റെ കൈകൊണ്ട് തന്നെ അച്യുതാനന്ദൻ്റെ അന്ത്യമുണ്ടായി. അതൊരു ചരിത്ര നിയോഗമാണ്. അതാണ് ഞാൻ ന്യൂട്ടൺസ് ലാ എന്ന് പറയാൻ കാരണം അച്യുതാനന്ദൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. ഒരു ബുബറാങ് പോലെ അദ്ദേഹത്തിന് തേരി അത് വന്നു എന്നുള്ളതാണ്. ഇന്ന് അച്യുതാനന്ദൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഒരു പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹം കാണിക്കാവുന്ന പരമാവധി അച്ചടക്ക ലംഘനമാണ് കാണിച്ചത്. പക്ഷേ അച്യുതാനന്ദനെ അരിഞ്ഞു വീഴ്ത്തിയ നടപടി ഒരിക്കലും ആർക്കും അംഗീകരിക്കാനാവില്ല. ഉന്മൂലന രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് CPMന്റെ രാഷ്ട്രീയം. പയ്യന്നൂരിലെ ഹക്കീമിന്റെ കൊലപാതകത്തിന് പിന്നിലും CPM അല്ലാതെ മറ്റാരുമല്ല. പിണറായി വിജയൻ ചോര കണ്ട് കൊതിതീരാത്ത നേതാവാണ്. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ് VS പിണറായിയെ നേതൃത്വനിരയിലേക്ക് കൊണ്ടുവന്നത്. TP ചന്ദ്രശേഖരനെ കൊന്നതിനേക്കാൾ നിഷ്ഠൂരമായാണ് CPM VS അച്യുതാനന്ദനെ ഇല്ലാതാക്കുന്നത്. വിചാരണയില്ലാതെ തടവുകാരെ കൊന്ന പഴയകാല രീതിയെങ്കിലും അച്യുതാനന്ദന്റെ കാര്യത്തിൽ CPMന് കാണിക്കാമായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജനപക്ഷ നേതാവാണ്, ഒരു ജനകീയ നേതാവാണ്. പേരളം ദേശീയ കലാസമിതി 40ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പേരളം ദേശീയ കലാസമിതി 40ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജനങ്ങളെ ചവിട്ടിയരയ്ക്കാനാണ് പലപ്പോഴും സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബേബി ജോൺ അഭിപ്രായപ്പെട്ടു. ഏറ്റവും അടുത്ത് കണ്ട ഒരു കമ്പിത്തൂണിൽ പിടിച്ചുകെട്ടി പരസ്യമായി വെടിവെച്ചു കൊന്നാൽ അതും നീതീകരിക്കത്തക്കതാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ട, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അതിപ്രധാനമായൊരു വാദമുഖം ഇങ്ങനെയാണ്: ഭരണകൂടത്തിന്റെ ആസുര ശക്തിക്ക് മുന്നിൽ മനുഷ്യജീവൻ ചവിട്ടി അരക്കാനുള്ളതാണ് എന്ന്. പേരളം കൈരളി വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ KV ദാമോദരൻ അധ്യക്ഷനായി. TI മധുസൂദനൻ, സന്തോഷ് മണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
തണൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും നെറ്റ്വർക്ക് ചാനലും സംയുക്തമായി സംഘടിപ്പിച്ച അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടത്തിൽ മണിയറ കിഴക്ക് അംഗൻവാടി ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തണൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും സംയുക്തമായി സംഘടിപ്പിച്ച അംഗൻവാടി കലോത്സവം കിളിക്കൂട്ടം 2015 മണിയറ കിഴക്ക് അംഗൻവാടി ഓവറോൾ ചാമ്പ്യന്മാരായി. ഏച്ചിലാമയിൽ അംഗൻവാടിക്കാണ് 2ാം സ്ഥാനം. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് മുഴുവൻ അംഗൻവാടികൾക്കും കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഓരോ വർഷവും 45 ലക്ഷം രൂപയാണ് കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടി മാത്രം നഗരസഭ മാറ്റിവെക്കുന്നത്. പ്രോഗ്രാം കൺവീനർ കമലാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ മണിയറചന്ദ്രൻ, പൗരസമിതി അംഗം VV രവീന്ദ്രൻ മാസ്റ്റർ, ICDS സൂപ്പർവൈസർ P ലില്ലിക്കുട്ടി, സ്കൂൾ പ്രധാനാധ്യാപകൻ PK സേതുമാധവൻ മാസ്റ്റർ, തണൽ സെക്രട്ടറി സജേഷ് CV, വൈസ് ചെയർമാൻ പ്രസാദ് PM എന്നിവർ സംസാരിച്ചു. SI ഷിജു വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. MK വിപിനൻ സ്മാരക സെവൻസ് വിശേഷങ്ങൾ. MK വിപിനൻ സ്മാരക സെവൻസിൽ ആവേശകരമായ 3ാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് കാലിടറി. നിലവിലെ ചാമ്പ്യന്മാരായ MRCF ഏടാട്ടുമലിനെ 1-2 ഗോളുകൾക്ക് MSP മലപ്പുറം അട്ടിമറിച്ചു. 3ാം മത്സരത്തിൽ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ കളിക്കാരുമായി പരിചയപ്പെട്ടു. V സുധാകരൻ, CPM വെള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം M സതീശൻ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ലിജിത്ത് എന്നിവർ അനുഗമിച്ചു. നിലവിലെ ചാമ്പ്യന്മാർ കളത്തിലിറങ്ങുന്നതുകൊണ്ട് മത്സരം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കാണികൾ നിറഞ്ഞിരുന്നു. ചാമ്പ്യന്മാരുടെ മികവ് പുലർത്തിക്കൊണ്ട് 9ാം മിനിറ്റിൽ തന്നെ MRCFന്റെ നൈജീരിയൻ താരം മൈക്കിൾ ഗോൾ നേടി. തുടർന്ന് ഇരു ടീമുകളും വാശിയോടെ പോരാടിയതിനാൽ ഗോളൊന്നും പിറക്കാതെ 1-0 എന്ന നിലയിൽ തന്നെ ആദ്യ പകുതി അവസാനിച്ചു. തീർത്തും പുതിയൊരു MSP ആണ് 2ാം പകുതിയിൽ കാണികൾ കണ്ടത്. 2ാം പകുതി ആരംഭിച്ച് 5 മിനിറ്റിൽ തന്നെ MSP ഗോൾ മടക്കി. 2 മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഗോൾ കൂടി അടിച്ച് MSP മലപ്പുറം ലീഡ് ഉയർത്തി. മലപ്പുറത്തിന്റെ സ്പീഡ് ഗെയിമിന് മുന്നിൽ ചാമ്പ്യന്മാർക്ക് കാലിടറുന്ന കാഴ്ചയാണ് പിന്നീട് സ്റ്റേഡിയം കണ്ടത്. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 2-1 എന്ന സ്കോറിൽ MSP മലപ്പുറം ജേതാക്കളായി. രവീന്ദ്രൻ മാസ്റ്റർ അരങ്ങൊഴിഞ്ഞിട്ട് 1 പതിറ്റാണ്ടാകുന്നു. മലയാളിയുടെ സിനിമാ ഗാന സങ്കല്പങ്ങളെ മാറ്റിമറിച്ച അതുല്യ പ്രതിഭയായിരുന്നു P രവീന്ദ്രൻ മാസ്റ്റർ. രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് 10 വയസ്സ് തികയുമ്പോഴും രവീന്ദ്ര സംഗീതം ഇന്നും മലയാളികളുടെ ശീലങ്ങളിൽ ഒന്നായി തുടരുന്നു. കുളത്തൂപ്പുഴ രവി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ വിട പറഞ്ഞു പോയിട്ട് മാർച്ച് 3-ന് 10 വർഷം പൂർത്തിയാവുകയാണ്. ആയിരത്തി 1979 പുറത്തിറങ്ങിയ ചൂള എന്ന സിനിമയിലൂടെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാന രംഗത്തെത്തിയത്. ഇതിലെ താരകെ മിഴിതളിൽ കണ്ണീരുമായി എന്ന ഗാനം ഇന്നും ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ഒന്നാണ്. പിന്നീട് അദ്ദേഹം 150ഓളം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനമൊരുക്കി. ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ തേനും വയമ്പും എന്ന ഗാനത്തിലൂടെയാണ് രവീന്ദ്രൻ മാസ്റ്റർ ഈ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് രവീന്ദ്രൻ മാസ്റ്റർ എന്ന അതുല്യ പ്രതിഭയെയാണ് മലയാളി കണ്ടത്. ഹരിമുരളീരവം എന്ന ഗാനം അതുവരെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. മോഹൻലാൽ ചുണ്ടനക്കുമ്പോൾ യേശുദാസിനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു എന്ന് പറഞ്ഞതും രവീന്ദ്രൻ മാസ്റ്റർ തന്നെ. ഹരിമുരളീരവം പാടുമ്പോൾ ഹരിമുരളീരവം എന്നുള്ള പാട്ടിനെ കുറിച്ചല്ലേ ചിന്തിക്കുക. മധുമൊഴിരാതെ നിന്നെ തേടി, ഇതിൻ്റെ ഈ സസ്റ്റൈൻഡ് ദൈർഘ്യമാണ് അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കും. മധുമൊഴിരാതെ നിന്നെ തേടി രേവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കുടജാദ്രിയിൽ എന്ന ഗാനം പാടാത്ത മലയാളി ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കുണ്ടായിരുന്നു ആ ഗാനത്തിന്റെ സവിശേഷത.
കാതര ഹൃദയ സരോവര നിറുകയിൽ. യേശുദാസിനോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന പ്രസിദ്ധമാണ്. അതുകൊണ്ടാവണം രവീന്ദ്രൻ മാസ്റ്ററുടെ ഒട്ടുമിക്ക ഗാനങ്ങളും ആലപിച്ചതും യേശുദാസാണ്. യേശുദാസിന്റെ മാസ്മരിക ശബ്ദത്തിൽ അനശ്വരത നേടിയ എത്രയോ ഗാനങ്ങളുണ്ട്. നന്ദനത്തിൽ നന്ദനത്തിൽ ചിത്രപാടിയ കാർമുകിൽ വാർലിന്റെ ചുണ്ടിൽ എന്ന ഗാനം ഒരു കാലത്ത് എവിടെയും മുഴങ്ങിക്കേട്ട ഒന്നാണ്. വടക്കുംനാഥനിലെ ഗംഗയെന്ന് തുടങ്ങുന്ന ഗാനം പുതുതലമുറ ഗായകർ പാടിത്തളർന്നതും യേശുദാസ് വിശദീകരണവുമായി രംഗത്ത് വന്നതും ചരിത്രമാണ്. രവീന്ദ്ര സംഗീതം എന്ന വിശേഷണം തന്നെ ഈ സംഗീത പ്രതിഭയുടെ കഴിവുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. ഒരു പിന്നണി ഗായകനായി സിനിമാ രംഗത്തെത്തിയ രവീന്ദ്രൻ മാസ്റ്റർ നിരവധി ഗാനങ്ങൾ പാടുകയുമുണ്ടായി. പാടിക്കാനുള്ള പാട്ടുകൾ ബാക്കി വെച്ച് വളരെ നേരത്തെ തന്നെ രവീന്ദ്രൻ മാസ്റ്റർ ഈ ലോകത്തിൽ നിന്നും യാത്രയാവുകയായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കൈക്കുഞ്ഞുമായി സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടാലും ഇരിപ്പിടം ഒഴിഞ്ഞു നൽകാത്തവരെ ഓർമ്മപ്പെടുത്താനായി ബസ്സുകളിൽ ഒരു സംവരണ സീറ്റ് കൂടി വരുന്നു. കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ എന്ന പേരിലാണ് സംവരണം ചെയ്യുന്നത്. ആകെ സീറ്റിന്റെ 5% സീറ്റാണ് ഇപ്രകാരം സംവരണം ചെയ്യുക. ഇതോടെ 2 പേർക്കിരിക്കാവുന്ന ഒരു സീറ്റ് നീക്കിവെക്കേണ്ടി വരും. നിലവിൽ സ്ത്രീകൾക്കായുള്ള സീറ്റുകൾക്ക് സമീപത്തെ സീറ്റാണ് ഇതിനായി നീക്കിവെക്കുക. കേരള മോട്ടോർ വാഹന ചട്ടം 269 ഭേദഗതി ചെയ്താണ് വിജ്ഞാപനമിറക്കിയത്. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിലൊഴികെ ഇപ്രകാരം നീക്കിവെക്കണം. കണ്ടക്ടർമാർക്ക് ഈ ബസ്സിൽ ഈ അങ്ങനത്തെ അവസ്ഥയിൽ വളരെ ദയനീയ സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നിയമം കർശനമായി നടപ്പാക്കുന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായമാണ്. 2014 നവംബറിലാണ് ഇക്കാര്യത്തിൽ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കുമായി കരട് വിജ്ഞാപനമിറക്കിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് നടപ്പാക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. സ്ത്രീകൾ, വികലാംഗർ, മുതിർന്ന പൗരന്മാർ എന്നിവർക്കായി സംവരണം ചെയ്ത സീറ്റുകൾ അവർ ആവശ്യപ്പെടുമ്പോൾ ഒഴിഞ്ഞുകൊടുക്കാത്തത് 100 രൂപ വരെ പിഴയിടാക്കാവുന്ന കുറ്റമാണെങ്കിലും ഇവ നടപ്പാക്കാൻ നടപടിയില്ല. പുതിയ ഉത്തരവിന്റെ ഗതിയും ഇത്തരത്തിലാകുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി സി കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മാർച്ച് മാസം അവസാനത്തോടുകൂടി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് MLA. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി സി കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് തീരുമാനമായി. വയറിംഗ് അടക്കമുള്ള ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ മാർച്ച് 25-നകം പൂർത്തീകരിക്കും. ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വലിയപറമ്പ പഞ്ചായത്തിൽ കന്നുവീട് കടപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് ജീവൻ നൽകാൻ നടപടിയാവുന്നു. വാത്മീകം മൂടിയ ഗ്രന്ഥങ്ങളുടെ കരളലിപ്പിക്കുന്ന കാഴ്ചയും പരിതാപകരമായ കഥയും നെറ്റ്വർക്ക് ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ വലിയപറമ്പിന് ദ്വീപിന് അക്ഷരവെളിച്ചം പകർന്ന സംസ്ഥാനത്ത് തന്നെ സമാനതകളില്ലാതെ വെന്നിക്കൊടി പാറിച്ച വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ അനാഥമായ ഇന്നത്തെ അവസ്ഥ നെറ്റ്വർക്ക് ചാനൽ മുൻപ് ദൃശ്യവൽക്കരിച്ചിരുന്നു. അടിമുടി നശിച്ച് അസ്ഥിപഞ്ജര തുല്യമായ കെട്ടിടം, തുറന്നിട്ട വാതിൽ, ചിതൽപുറ്റ് വിഴുങ്ങിയ ഗ്രന്ഥങ്ങളും അലമാറയും. കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കുന്നില്ല. 5.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിലവിൽ വന്ന വായനശാല ആൻഡ് ഗ്രന്ഥാലയം സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രശസ്തിയുടെ പടവിൽ നിൽക്കെ രാഷ്ട്രീയ അതിപ്രസരം കാരണം നശിക്കുകയായിരുന്നു. ഓരോരുത്തരെ കുറ്റപ്പെടുത്തി ആരെയും മാന്യരാക്കുന്നില്ല ഞങ്ങൾ. തർക്കത്തിൽ കുടുങ്ങി അടച്ചുപൂട്ടിയ ഗ്രന്ഥാലയത്തിൽ കെട്ടിടവും വിപുലമായ പുസ്തകശേഖരവും അനാഥമായി നശിക്കുകയായിരുന്നു. തർക്കം പരിഹരിച്ച് ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ നാട്ടുകാർ പലവട്ടം ലൈബ്രറി കൗൺസിലിനെ സമീപിച്ചിട്ടും നടപടിയെടുത്തില്ല. അടുത്തിടെ കന്നുവീട് കടപ്പുറത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ചേർന്ന് മന്ത്രി കെ ബാബുവിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് കെട്ടിടം പുനർനിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ച് ഉത്തരവായത്. സംസ്ഥാനതലത്തിൽ പ്രസിദ്ധമായ നാടകങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധേയമായ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രന്ഥാലയത്തെ വീണ്ടും ജീവൻ വെപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചന്തപുര നവതാര തിയേറ്റേഴ്സ് ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം ചിത്രോത്സവം 2015 സംഘടിപ്പിച്ചു. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ കലയോട് വളരെ അഭിരുചിയുള്ള കുട്ടികളോട് നമ്മൾ എങ്ങനെ വളർത്തും എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒരു അമ്മയോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കും, എന്താണ് മകള് നാളെ ആവേണ്ടത്, കാരണം അവരെ പലപ്പോഴും തീരുമാനിക്കുന്നത്. പ്രീ
പ്രൈമറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. UP വിഭാഗത്തിൽ വീടും പരിസരവും ഗ്രാമദൃശ്യം, ഹൈസ്കൂൾ വിഭാഗത്തിന് ഉത്സവപ്പറമ്പ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കലോത്സവത്തിലെ ഗ്രീൻ റൂം എന്നിവയായിരുന്നു വിഷയം. മത്സരത്തിൽ മൗത്ത് പെയിന്റിംഗ് ചെയ്ത സുനിത കുഞ്ഞിമംഗലം മത്സരത്തിലെ വേറിട്ട കാഴ്ചയായി. സുനിത കുഞ്ഞിമംഗലത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ ഉപഹാരം നൽകി. 150ഓളം വിദ്യാർത്ഥികൾ മത്സരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ അധ്യക്ഷനായി. TV ചന്ദ്രൻ, K മോഹനൻ, KKV വേണു എന്നിവർ സംസാരിച്ചു. പാലത്തറ ചെറിയ പള്ളിക്ക് സമീപത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മിനി ബസ്സിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായി പരാതി. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. പെരുമ്പയിൽ താമസിക്കുന്ന നൌഫലിന്റെ KL 59F 4665 മിനി ബസ്സിൽ നിന്നാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചത്. പാലത്തറ പാലത്തിന് സമീപം ബസ്സിലെ ഡ്രൈവറായ റാഫിയുടെ വീട്ടിൽ രാത്രി ഓട്ടം കഴിഞ്ഞ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. 12 മണിക്ക് ശേഷമാണ് സംഭവമെന്ന് റാഫി പറയുന്നു. രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ നിന്ന് കടന്നുറങ്ങിയത്. രാവിലെ വണ്ടി കയറിട്ട് എണീച്ച് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിലെ സാധനം, ഇലക്ട്രോണിക് സാധനം ഒന്ന് നഷ്ടപ്പെട്ടു. പയ്യന്നൂർ പോലീസ് കേസെടുത്തു. കൈക്കോട്ട് കടവ് സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. ഇംഗ്ലീഷ് സ്പോർട്സ് സ്ക്രീൻ ട്രേറ്റ് ജൂഡിറ്റ് ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ MA റഷീദ് അധ്യക്ഷനായിരുന്നു. ക്ലബ്ബ് കോർഡിനേറ്റർ ശ്രീജ ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് P സാവിത്രി ടീച്ചർക്ക് നൽകിയാണ് ബുള്ളറ്റിൻ റിലീസ് ചെയ്തത്. മിസസ് ജൂഡിറ്റിനുള്ള മൊമെന്റോ മാനേജർ S കുഞ്ഞഹമ്മദ് വിതരണം ചെയ്തു. വിഷൻ 2020 കോർഡിനേറ്റർ T അബുസാലി മാസ്റ്റർ, ഫൈസൽ മാസ്റ്റർ, TM റഷീദ് മാസ്റ്റർ, വാർഡ് മെമ്പർ നദീദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് കൺവീനർ സഹീമ നന്ദിയും പറഞ്ഞു. DYFI കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെയും YSA കാങ്കോലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാങ്കോൽ സെവൻസിന് തുടക്കമായി. അണ്ടർ 19 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കോച്ച് PV പ്രിയ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. YSAയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ടൂർണമെന്റിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എന്നും എല്ലാ വർഷവും 6ാമത് കാങ്കോൽ സെവൻസിനാണ് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിൽ തുടക്കമായത്. ക്യാപ്റ്റൻ K രവീന്ദ്രൻ സ്മാരക സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ K രാജൻ അധ്യക്ഷനായി. A കരുണാകരൻ, ഡോക്ടർ TVG മാരാർ, N അബ്ദുൽ സമീർ, UV ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. കിങ്സ് രാമതളിയും FC ചീമേനിയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. കർഷക സംഘം ചെറുതാഴം വില്ലേജ് കമ്മിറ്റിയിലെ കർഷകശ്രീ സ്വയം സഹായ സംഘം മൂലയിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PP ദാമോദരൻ നിർവഹിച്ചു. കയ്പ, വെള്ളരി, പടവലം, കക്കിരി, കുമ്പളം, ചീര എന്നിവയാണ് കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത്. വിളവെടുപ്പ് ചടങ്ങിൽ M ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം MV രാജീവൻ, PP ബാലൻ മാസ്റ്റർ, റോഷ്നി K, V രമേശൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ തങ്കയം മാണിക്കനാലിന് കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി മേലേരിക്കുള്ള നാൾമരം മുറിക്കൽ ആചാരപ്പെരുമയിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. മെയ് 8, 9 ദിവസങ്ങളിൽ തൃക്കരിപ്പൂർ തങ്കയം മാണിക്കനാലിന് കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി ഒറ്റക്കോലത്തിന്റെ മേലേരിക്കുള്ള നാൾമരം മുറിക്കൽ ചടങ്ങ് തങ്കയമുക്കിലുള്ള മുല്ലേരി തറവാട്ടിൽ നടന്നു. വാദ്യമേള സമേതം ക്ഷേത്രത്തിൽ നിന്നും എത്തിയ വെളിച്ചപ്പാടും ആചാരസ്ഥാനികരും ബാല്യക്കാരും നാട്ടുകാരും മണിയാണി സംഘങ്ങളും തിങ്കളാഴ്ച 10:45-നും 11:30-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ മരം മുറിച്ചെടുത്ത് ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ക്ഷേത്രത്തിലെത്തി 3 തവണ വലം വെച്ച് മരം മേലേരി സ്ഥലത്ത് ഇറക്കി വെച്ചു. ഭക്തിസാന്ദ്രമായി നടന്ന ചടങ്ങിന് നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാർച്ച് 1 മുതൽ 4 വരെ നടക്കുന്ന പഴയങ്ങാടി മാടായിട്ടമ്മൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലെ കാലിക്കോട് ജാനകി അമ്മ 84 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹക്കീം വധം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് C കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കും. ഹർജിയിലെ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു.
ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ KCB ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ KCB ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദൻ ഉദ്ഘാടനം ചെയ്തു. കൈക്കുഞ്ഞുമായി സ്ത്രീകൾ ബസ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, അമ്മയ്ക്കും കുഞ്ഞിനും ബസ്സിൽ ഇനി മുതൽ സംവരണ സീറ്റ്. രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ഫെബ്രുവരി 3 10 വയസ്സ്. മാസ്റ്റർ വിട പറഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും രവീന്ദ്ര സംഗീതം മലയാളികളുടെ ശീലമായി തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.